നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ നാളുകൾ പിന്നിട്ട യുഎഇയിൽ IPLന്റെ പെരുമ്പറ മുഴക്കി എല്ലാ ടീമുകളും എത്തിച്ചേർന്നു. അങ്ങനെ വെടിക്കെട്ട് ബാറ്റിംഗും സൂപ്പർ ബോളിംഗും നിറയുന്ന IPLന് അക്ഷമയോടെ കാത്തിരിക്കുകയാണ് UAE ജനത. ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും മുൻ ക്യാപ്റ്റൻ ധോണിയും മറ്റ് താരങ്ങളും എത്തിയതോടെ ആകെ ആവേശം നിറഞ്ഞിരിക്കുകയാണ്. IPLലെ 8 ടീമുകളും UAEയിൽ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു. ഡൽഹി ക്യാപിറ്റൽസും സൺറൈസ് ഹൈദരാബാദും ഞായറാഴ്ചയാണ് എത്തിയത്. ഇവർക്കിനി 6 ദിനം ക്വാറന്റീൻ ഉണ്ട്. ആദ്യം എത്തിയ രാജസ്ഥാൻ, കൊൽക്കത്ത, പഞ്ചാബ് ടീമുകൾക്ക് വ്യാഴാഴ്ച പരിശീലനത്തിനിറങ്ങാൻ കഴിഞ്ഞേക്കും. 2 കോവിഡ് ടെസ്റ്റുകൾ കൂടി ടീം അംഗങ്ങൾക്കുണ്ട്. അതേസമയം സെപ്റ്റംബർ 19 തുടങ്ങി നവംബർ 10 അവസാനിക്കുന്ന 53 ദിന IPL മാമാങ്കത്തിന് വേണ്ട തയ്യാറെടുപ്പുകളെല്ലാം തന്നെ UAE സ്വീകരിച്ചു കഴിഞ്ഞു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ ആരോഗ്യ സുരക്ഷാ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും വിവിധ തലങ്ങളിൽ സുരക്ഷാ വിലയിരുത്തലുകൾ നടന്നു. കോവിഡ് ഉയർത്തിയ ഭീഷണിയെ ഏറ്റവും സമർത്ഥമായി തന്നെ കൈകാര്യം ചെയ്ത് ഏറ്റവും സുരക്ഷിതമായ ഇടം എന്ന നിലയിൽ കൂടിയാണ് UAE IPLന് പരിഗണിച്ചിരിക്കുന്നത്. മുൻപ് IPL നടത്തി പ്രാഗൽഭ്യം തെളിയിച്ചതും UAEക്ക് അനുഗ്രഹമായി തീരുകയായിരുന്നു. ഇത്തരത്തിൽ സാധാരണ ക്രിക്കറ്റ് കളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങൾക്കും ഇത് പുതിയ ഉണർവ് വീണ്ടെടുക്കാനുള്ള മത്സരം കൂടിയാകുന്നു. 5 മാസമായി മിക്കവരും വീടുകളിൽ തന്നെയായിരുന്നു. മാസ്കും സാനിറ്റൈസറും എല്ലാം ഉപയോഗിച്ച് പരിചിതമല്ലാത്ത സാഹചര്യങ്ങളിൽ സുരക്ഷാകലം പാലിച്ചും മറ്റും ജാഗ്രതയോടെയാണ് പരിശീലനത്തിലും ഇറങ്ങേണ്ടത്. അതേസമയം വിദേശ താരങ്ങളിൽ പലരും ഇനിയും എത്തിച്ചേരാനുണ്ട്. IPLൽ പങ്കെടുക്കാനായി മുംബൈ ഇന്ത്യൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ്, ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, രാജസ്ഥാൻ റോയൽസ്, കിങ്സ് 11 പഞ്ചാബ്, ഡൽഹി ക്യാപിറ്റൽ, സൺറൈസ് ഹൈദരാബാദ് എന്നീ ടീമുകൾ UAEയിൽ എത്തിയിട്ടുമുണ്ട്. ഇവരുടെ എല്ലാം വരവറിയിച്ച് UAEയിൽ നിന്നുള്ള ചിത്രങ്ങൾ താരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുണ്ട്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീം ക്യാപ്റ്റൻ വിരാട് കോഹ്ലി UAEയിൽ എത്തിയ ഉടൻ തന്നെ ദുബായ് പശ്ചാത്തലത്തിൽ തംസപ്പ് കാണിച്ചു നിൽക്കുന്ന ചിത്രം ട്വീറ്റ് ചെയ്യുകയായിരുന്നു. ലോകത്തെ ഏറ്റവും ആഡംബര ഹോട്ടലുകളിൽ ചിലതിലാണ് ടീമുകൾ UAEയിൽ താമസിക്കുന്നത്. ദുബായിലെയും അബുദാബിയിലെയും ഹോട്ടലുകളും റിസോർട്ടുകളുമാണ് ഇതിന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ടൂർണമെന്റിന് മുന്നോടിയായുള്ള പരിശീലനത്തിനും വ്യായാമത്തിനും സംവിധാനങ്ങളുള്ള കളിക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മാനസികോല്ലാസം പ്രാധാന്യം നൽകുന്ന അന്തരീക്ഷമുള്ള സുരക്ഷിത താമസ ഇടങ്ങളാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. റോയൽ ചലഞ്ചേഴ്സ് ദുബായിലെ വാൾഡ് ഓഫ് അസ്റ്റോറിയ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അബുദാബിയിലെ റിറ്റ്സ് കാർഡനാണ് ഷാരൂഖ് ഖാന്റെ ഉടമസ്ഥതയിലുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസും തലസ്ഥാന നഗരിയിൽ തന്നെയാണ് താമസം ഒരുക്കിയത്. സാദിയ ദ്വീപിലെ സെന്റ് റെജസ് ഹോട്ടലിൽ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘം ക്വാറന്റീനിൽ കഴിയുകയാണ്. വാട്ടർ ഫ്രണ്ട് പശ്ചാത്തലത്തിലുള്ള ദ റിറ്റ്സ് കാർഡനാണ് സൺറൈസ് ഹൈദരാബാദ് താമസിക്കുന്നത്. ദുബായ് ദ പാം റിസോർട്ടിലെ സോഫിറ്റെല്ലിലാണ് കിങ്സ് 11 പഞ്ചാബ് താമസിക്കുന്നത്. സെപ്റ്റംബർ 19 മുതൽ നവംബർ 10 വരെ അബുദാബി, ദുബായ്, ഷാർജ സ്റ്റേഡിയങ്ങളിലാണ് IPL അരങ്ങേറുക. 53 ദിവസങ്ങളിലായി ആകെ 60 മത്സരങ്ങൾ നടക്കുകയും ചെയ്യും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.